കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ആപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് വന്നിട്ടേ ഉള്ളൂ സറാഹ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. എന്താണ് ആ ആപ്പ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം മലയാളികൾ എല്ലാവരും അതിനെ വളരെയധികം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോ ഈ സറാഹ എന്ന് പറഞ്ഞ ആപ്പിന് ഇത്ര വലിയൊരു ജനസ്വീകാര്യത ലഭിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പൊ കേൾക്കുന്ന കുറച്ച് വാർത്തകൾ സറാഹയെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. എന്താണ് ആ കാര്യങ്ങൾ എന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് സറാഹ എന്നുള്ള ആപ്പ് നമ്മുടെ ചില പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ കാര്യങ്ങളെല്ലാം ചോർത്തുന്നുണ്ടോ എന്നുള്ള വാർത്തയാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. സയ്യിദ് അൽ അബീദിൻ എന്ന ആളാണ് സറാഹ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2016 നവംബറിലായിരുന്നു സറാഹ ഡിസൈൻ ചെയ്ത് അത് ഉണ്ടാക്കിയത്. പക്ഷേ വെബ് വേർഷൻ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും കൈകളിലെത്തിയത് 2017 ഫെബ്രുവരിയിലായിരുന്നു. ജൂൺ മാസത്തിലാണ് iOS ആൻഡ്രോയിഡ് ഫോണുകളിൽ എത്തിയത്. ജൂൺ മാസത്തിൽ തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 30ഓളം രാജ്യങ്ങളിൽ സറാഹ അവൈലബിൾ ആയി തുടങ്ങിയത്. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഏറ്റെടുത്തു. കാരണം അജ്ഞാതരായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അൺനോൺ ആയി നിന്നുകൊണ്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നമുക്ക് ഉദ്ദേശിക്കുന്ന, നമ്മൾ ഒരാളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സറാഹ നമുക്ക് എല്ലാവർക്കും ഒരുക്കി തന്നത്. തുടക്കകാലത്ത് തൊഴിലുടമകളോട് തൊഴിലാളികൾക്ക് എന്തെങ്കിലും കോംപ്ലിമെന്റ്സോ അല്ലെങ്കിൽ സ്ഥാപനത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സറാഹ ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ ആർക്കും ഉപയോഗിക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങൾ പറയാം, മോശം അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ സറാഹ എന്ന ആപ്പിന് കുറച്ച് ചീത്ത ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ദൂഷ്യവശങ്ങളുണ്ടെന്ന് ഇപ്പോൾ ടെക് വിദഗ്ധർ പറയുന്നു. അതിന്റെ സത്യാവസ്ഥകളിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ കാര്യം നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ഡീറ്റെയിൽസും എത്രത്തോളം സെക്യൂർ ആക്കേണ്ടതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സറാഹ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിലുകളും അതേപോലെ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സും അവർ അവരുടേതായിട്ടുള്ള ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പകർത്തുന്നുണ്ട് എന്നാണ് ടെക് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ബാധിക്കുക അല്ലെങ്കിൽ അതിന്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. എത്രത്തോളം രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, കോൺഫിഡൻഷ്യൽ ആയി വെക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ ചോർത്തപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പോ നമ്മുടെ സ്വകാര്യതയ്ക്ക് ബാധിക്കുന്ന ചില പ്രശ്നങ്ങളും സറാഹ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ സൈബർ ബുള്ളിങ്ങിന് സറാഹ വഴിവെക്കുന്നു എന്നുള്ളതാണ്. അതായത് അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ട് ഇപ്പോ പല സറാഹ പ്രൊഫൈലുകളിലും വന്നു നിറയുന്നത് തെറിവിളികളും ബ്ലാക്ക്മെയിൽ, ഭീഷണി സന്ദേശങ്ങളുമാണ്. മാത്രമല്ല തെറ്റായിട്ട് ദുരുദ്ദേശത്തോടുള്ള പല സന്ദേശങ്ങളും ഇങ്ങനെ ഈ മെസ്സഞ്ചറിൽ വരുന്നുണ്ട്. അജ്ഞാതരായി നിന്നുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സംഭവത്തിന്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ ബുള്ളിങ്ങിനാണ് വഴിവെക്കുന്നത്. ഇപ്പോൾ ടെക് വിദഗ്ധർ പറയുന്നത് കുട്ടികൾക്ക് പറ്റിയ ആപ്പേ അല്ല സറാഹ എന്നുള്ളതാണ്. കാരണം അവരൊരു ഫാന്റസി വേൾഡിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക. നല്ല അഭിപ്രായങ്ങൾ കുറേ വരുന്ന സമയത്ത് ഒരു മാജിക്കൽ വേൾഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രീം വേൾഡിലേക്ക് അവർ കടക്കും. തെറ്റായ അഭിപ്രായങ്ങളും തെറിവിളികളും അങ്ങനെയുള്ള സന്ദേശങ്ങൾ അവരുടെ മനസ്സിലേക്ക് എത്തുന്ന സമയത്ത് അത് കുട്ടികളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അവരുടെ കോൺഫിഡൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ടെക് വിദഗ്ധർ നിഷിദ്ധമായിട്ട് പറയുന്നുണ്ട് കുട്ടികൾക്ക് പറ്റിയ ആപ്പേ അല്ല സറാഹ എന്ന്. മാത്രമല്ല കൂടുതലായിട്ടും സ്ത്രീകളാണ് സറാഹ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടുന്ന സറാഹ പ്രൊഫൈലുകളിൽ സ്ത്രീകൾക്ക് നേരെ വരുന്നത് മിക്കവാറും അശ്ലീലമായ കമന്റുകളും അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളാണ്. നമ്മളിപ്പോൾ ഒരു സറാഹ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജുകളെല്ലാം ഒരൊറ്റ ഇൻബോക്സിലാണ് വരിക. ആരാണ് അയച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരിട്ട് നമുക്ക് കമന്റ്സ് പറയാനുള്ള അല്ലെങ്കിൽ നേരിട്ട് മറുപടി കൊടുക്കാനുള്ള ഒരു അവകാശമില്ല. കാരണം ആരാ അയച്ചതെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനം അതിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് ആണ് ഇതിന്റെ പുറകിൽ കരുവാക്കപ്പെടുന്നത്. നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലൊരു ബോക്സ് ആയിട്ട് വരുന്ന മെസ്സേജ് നമുക്ക് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും നമുക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടേ നമുക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ വരുന്ന നല്ല മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം.
സറാഹ എന്ന ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത്. പല ആൾക്കാരും നല്ല ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല ആളുകളും അത് ശരിയല്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഇത് നല്ലൊരു ആപ്പാണെങ്കിലും ജനസ്വീകാര്യത ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെ അജ്ഞാതരായി നിന്നുകൊണ്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും വരുമ്പോൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത എത്രയോ മടങ്ങ് അധികമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സറാഹ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടുതൽ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇനിയും ഇന്റർനെറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി അതുപോലെ ടെക് വാർത്തകളുമായി പുതിയ ആപ്പുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്ത വട്ടം കാണുന്നത് വരെ ബൈ.